സൈലന്റ് കില്ലർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക്. കാരണം ഒരു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് മുന്നോടിയായി പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ലക്ഷണങ്ങളൊന്നും നമ്മൾ കാണാൻ പറ്റാറില്ല. പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പാതിയിലേറെ പേരിൽ മരണം തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സൈലന്റ് കില്ലർ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് പാരമ്പര്യത്തിൽ നമുക്ക് പേരൻസിനൊക്കെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഷുഗർ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടായിരുന്നോ, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നോ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നോ, സ്ട്രോക്ക് ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒരു ബ്ലോക്കിലോട്ട് നയിക്കുന്നത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് തന്നെ അങ്ങനെ ഉണ്ടോ, നമുക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ പുകവലിയുണ്ടോ, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. അത് മാത്രമല്ലാതെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകൾ, നമ്മുടെ ശരീരം റിസ്കിലാണോ അല്ലേ എന്നറിയാൻ ഉള്ള കുറച്ച് ടെസ്റ്റുകളാണ് HbA1c ഒന്ന് നോക്കുക, ലിപ്പിഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം, ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാം, ESR, CBC വല്ല ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. നമ്മുടെ വിറ്റമിൻ B കോംപ്ലക്സ് B12 പ്രത്യേകിച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കാരണം അത് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്ന പോലെ ബ്ലോക്കുകൾക്ക് കാരണമാവും. വിറ്റമിൻ D കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. HSCRP എന്ന് പറയുന്നത് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവാൻ പറ്റും. എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എന്നുള്ളത് പറയാൻ പറ്റില്ല, എന്നാൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, സാധ്യതകളുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റും. അതിനുശേഷം ഒരു ആൻജിയോഗ്രാം അത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നമ്മുടെ ഹാർട്ടിലോ കിഡ്നിയിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാലിലോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലോ ഒക്കെ ഇതുപോലെ വലിയ ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഏത് രോഗമാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് അതിനെ കൺട്രോൾ ചെയ്യേണ്ട മെഡിസിൻസും അതേപോലെ ഡയറ്റും എടുക്കുക. അതോടൊപ്പം omega-3 എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കോഡ് ലിവർ ഓയിൽ, മീനെണ്ണ ഗുളിക എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്ലോക്കുകളെ കുറക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, എല്ലാ ദിവസവും നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസം നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഹാർട്ട് ബ്ലോക്കുകളെ കുറക്കാനുള്ള ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ്.